എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ചെറിയ യാത്ര പോവാണ്. ചെറുതല്ല, ഇച്ചിരി വലിയ യാത്ര തന്നെയാണ്. ബ്രൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ബ്രൈറ്റ് ഇവിടുത്തെ വൺ ഓഫ് ദ സീനിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പല ആൽഫൈൻ മൗണ്ടൻസ്, ഹോത്തം മൗണ്ടൻ, അങ്ങനെയുള്ള അതിൻ്റെ വ്യൂസ് ഉണ്ട്, വ്യൂ പോയിന്റ്സ് ഉണ്ട്. പിന്നെ അവിടെ ഫാംസ് ഉണ്ട്. പിന്നെ അവിടെ അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് കാര്യം തോന്നുന്നത്, അവിടെ ഹണ്ടിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ചില ഫാമുകളിൽ ഡിയർ ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ലാൻഡിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലമാണ്. മഴയാണ്. ഇവിടുന്ന് ഏകദേശം 4.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ രാവിലെ പോയിട്ട് ഒരു ദിവസം കൊണ്ട് പോയി വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയാണ്. ജസ്റ്റ് ഇന്നൊരു ദിവസം പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ടും ഈ സമയത്ത് പോയാൽ മാത്രമേ നമുക്ക് ബ്രൈറ്റ് ലൈൻ്റെ ആ ഒരു ബ്യൂട്ടി ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ നമ്മൾ ഈ UK പോകുമ്പം മേപ്പിൾ ലീവ്സ് ഒക്കെ ഇങ്ങനെ കളർ ചേഞ്ചായി, യെല്ലോ, റെഡ്, ആ ഓട്ടം സീസൺ വരുമ്പോഴത്തെ ആ ഒരു കളർ ചേഞ്ച് ഉണ്ടല്ലോ, അതേപോലെ ഒരു വ്യൂ ആണ് എന്നാണ് പറഞ്ഞത്. എനിക്കും കണ്ടാലേ അറിയത്തുള്ളൂ. ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിലേക്ക് പോവാം. ഇപ്പം ഇരുട്ടാണ്. രാവിലെ 6:30 ആയി സമയം. പക്ഷേ ഇതുവരെയും വെട്ടം വീണ് തുടങ്ങുന്നതേ ഉള്ളൂ. വിൻ്ററായി തുടങ്ങുമ്പോൾ കഴിഞ്ഞാൽ ഇവിടെ അതാണ് ഒരു പ്രശ്നം. ഇവിടെ നേരം വെളുക്കാൻ സമയമെടുക്കും. ഏതായാലും വെട്ടമാകുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം. അന്നേരത്തിന് നമ്മളിവിടുത്തെ ബെല്ലാറത്ത് വിട്ട് ഉൾപ്രദേശങ്ങളിലേക്ക് പോകും. അങ്ങനെ ഉൾപ്രദേശത്തെ ജീവവായു ആസ്വദിക്കാൻ ലെറ്റ്സ് ഗോ. വീട്ടിൽ നിന്ന് പോകുന്നിട്ട് ഏകദേശം ഒരു 1 മണിക്കൂർ മേളിൽ കഴിഞ്ഞു. 1.5 മണിക്കൂറുകളായി. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തു. ഒരു കാപ്പിയൊക്കെ മേടിച്ചു കുടിച്ചില്ല, കാപ്പി മേടിച്ചു. പിന്നെ ഇങ്ങനെ വയ്യ പോന്നോണ്ടിരിക്കുകയാണ്. ഏതായാലും ബെല്ലാർത്ത് വിട്ട് കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല ക്ലൈമറ്റായി. എല്ലായിടത്തെയും ഫുള്ള് മഴയായിരുന്നു. അപ്പോൾ നമ്മളും വിചാരിച്ചു ഈശ്വര രാവിലെ ഇറങ്ങിയപ്പോൾ മഴയാണോ എന്ന്. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും മഴയൊക്കെ മാറി. അത്യാവശ്യം നല്ല തെളിഞ്ഞ ക്ലൈമറ്റായി. വിജനമായ സ്ഥലം. ഇതിപ്പം മെൽബൺ ക്രോസ് ചെയ്ത് നമ്മൾ ഇപ്പുറത്തെ, അതായത് മെൽബൺ കഴിഞ്ഞ് ഇപ്പുറത്തെ വശത്തോട്ട് എത്തി, സദേൺ പാർട്ടിലോട്ട് എത്തി. വിജനമായ സ്ഥലങ്ങൾ. ഇനി അങ്ങോട്ട് എനിക്കത് കുറച്ചുകൂടെ കഴിഞ്ഞ് ഇതുപോലെയൊക്കെ ഇതൊക്കെ കാണും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വെറും വിജനമായ പ്ലെയിൻ ലാൻഡ്സ് ആണ്. കണ്ടോ ആ സൈഡിലത്തെ അങ്ങോട്ട് നിൽക്കുക. ആ സൈഡിൽ കണ്ടോ ഒരു ഗ്രീനറി ഉണ്ടോ? ആ അങ്ങ് അവിടെയല്ല, ഇങ്ങനെ സൈഡിൽ കണ്ടോ? ഇവിടെയൊക്കെ ഈ ഫാം ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, സ്ട്രോബെറീസ്, സീഡ്ലെസ് ബ്യൂട്ടിഫുൾ ഗ്രേപ്സ്, അങ്ങനെ ഓരോന്നും, ബെറീസ്, റാസ്ബെറീസ്, ഫിഗ്സ്. ഇതുണ്ടോ? ഹോഴ്സ് അടിയതല്ല. എന്തോ
ആ എന്തോ ആൾക്കാരെ കൊണ്ടുവന്ന് കണ്ടാ. ഓ അല്ല, അത് മാർക്കറ്റ് അവിടെ നിന്നുണ്ട്, സാധനങ്ങൾ വിൽക്കുന്നുണ്ട് കേട്ടോ. ആ സൈഡിലൊന്ന് കയറാൻ അവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിന്ന് തിരിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ തിരിക്കാൻ പറ്റത്തില്ല, ഹൈവേ ആണ്. ഇനി ഇവിടുന്ന് എക്സിറ്റ് എടുത്ത് പോയി തിരിഞ്ഞ് പിന്നെ തിരിച്ചു പോകണം. ചെയ്യാൻ പറ്റത്തില്ല, ഹൈവേയിൽ യൂട്ടേൺ അടിക്കാൻ പറ്റില്ല. ഫ്രണ്ടിൽ കുന്ന് ഇരിക്കുന്ന കേട്ടോ, മൊട്ടക്കുന്ന് പോലെ ഉണ്ട്. നമ്മുടെ വാഗമണ്ണിലെ മൊട്ടക്കുന്ന് ഇവിടെ സൈഡിലൊരു ആ സ്ട്രൈറ്റ് ഇരിക്കുന്ന കുന്ന് അടിപൊളിയാണ്. ഒരുമാതിരി ചെത്തി ഒരുക്കി വെച്ച് മിനുക്കി വെച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ദൂരെ നോക്കുമ്പോൾ. സോളാർ ഫീൽഡ് എൻ്റെ പൊന്നെ എന്തുമാത്രം എനിക്ക് ഏക്കർ കണക്കിന് ഒരു 100 ഏക്കറിന് മുകളിലുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ ബ്രൈറ്റിലേക്കുള്ള യാത്ര നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ബ്രൈറ്റിലെത്തിയിട്ട് അവിടുത്തെ സുന്ദരമായ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.